കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിരുന്നു, വാട്സപ്പ് വലിയ വീഡിയോകൾ സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിട്ടുള്ള അതിനുള്ള വഴി എന്താണ് എന്ന് കുറച്ച് കൂട്ടുകാർ കുറച്ച് ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. 2 മണിക്കൂറുള്ള സിനിമകൾ വരെ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയി വെക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. വീഡിയോ തുടർന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ വീഡിയോയിലേക്ക് പോവാം. വലിയ വീഡിയോകൾ വാട്സപ്പ് സ്റ്റാറ്റസായി വെക്കുന്നതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ നിങ്ങൾ ന്യൂസ് ആർട്ടിക്കിൾ .ഓൺലൈൻ എന്ന് ചെറിയ അക്ഷരത്തിൽ ഒട്ടും സ്പേസ് ഇടാതെ സെർച്ച് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം 2 മണിക്കൂർ ഉള്ള വീഡിയോകൾ വാട്സപ്പ് സ്റ്റാറ്റസായി വരെ വെക്കാം എന്നുള്ളതൊരു പോസ്റ്റ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നിവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ പെർമിഷനുകളെല്ലാം കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ആപ്ലിക്കേഷൻ പെർമിഷൻ എല്ലാം കൊടുക്കുന്നത് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് വർദ്ധിക്കും, അതിനാലാണ് കാണിക്കാത്തത്. സ്പ്ലിറ്റ് വീഡിയോ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഗ്യാലറിയിലുള്ള മുഴുവൻ വീഡിയോകളും ഇവിടെ കാണും. ഇതിപ്പോൾ എൻ്റെ ഗ്യാലറിയിലുള്ളതാണ്. ഇപ്പോൾ ക്യാമറയിലെടുത്ത വീഡിയോ ആണെങ്കിൽ ഇവിടെ ക്യാമറയിലെടുത്തത് 155 ഉണ്ട്. വാട്സപ്പിൽ വന്ന വീഡിയോ ആണെങ്കിൽ അത് ഇതുപോലെ നമുക്ക് കാണും. മറ്റുള്ള വീഡിയോകളെല്ലാം നമുക്ക് ഇതുപോലെ കാണും. അപ്പോൾ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് സ്റ്റാറ്റസായി വെക്കേണ്ടത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്കിവിടെ കാണാം. ഒരുപാട് 3 മിനിറ്റും 16 സെക്കൻഡുള്ള വീഡിയോ ആണിത്. ഞാൻ ചെറിയ വീഡിയോ ആണ് കാണിച്ചു തരുന്നത്, കാരണം സ്പ്ലിറ്റായി എക്സ്പോർട്ട് ആകുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ വലിയ വീഡിയോകളാവുമ്പോൾ അപ്പോൾ അതിനാലാണ് ചെറിയ വീഡിയോ കാണിക്കുന്നത്. വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യും. ശേഷം മുകളിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എന്ന് കാണാം. അതിന് മുമ്പ് താഴെ 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കസ്റ്റമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കൂടാതെ സിംഗിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സിംഗിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഷോർട്ട് വീഡിയോകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റയിലോ ടിക്ടോക്കിലോ മറ്റുള്ളതിലൊക്കെ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാനായിട്ട് കറക്റ്റായിട്ട് 1 മിനിറ്റുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വാട്സപ്പ് സ്പ്ലിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം ഇവിടെ ഒരു പേര് കൊടുക്കാൻ ചോദിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പേര് കൊടുക്കാം, നിങ്ങളുടെ പേര് കൊടുക്കാം. ശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണിക്കും വീഡിയോ സ്പ്ലിറ്റർ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും എന്നാണ് കാണിക്കുന്നത്. നമുക്ക് 10 മിനിറ്റ് ആവുന്നത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ വീഡിയോകൾ എത്ര വലിയ വീഡിയോ ആണെങ്കിലും ഇതുപോലെ ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് വരും. 30 സെക്കൻഡ്. ഏതാണ് ഫസ്റ്റ് ഭാഗം എന്ന് നിങ്ങൾ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്പർ കാണാം, 1 2 3 4 5 6 7. ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക ഒന്നും വേണ്ട. താഴെ ഇവിടെ കാണാൻ സാധിക്കും ഷെയർ 7. ഇത് മൊത്തം 7 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 7 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഷെയർ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് കൊടുക്കുക. വാട്സപ്പ് കൊടുത്തിട്ട് മൈ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റാറ്റസിലേക്ക് വരും. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്റ്റാറ്റസിലേക്ക് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാൻസൽ പട്ട ഈ ഒരു ലിങ്കുകളൊക്കെ ഇങ്ങനെ മാച്ചുണ്ട് കളയേ. ഈ ലിങ്കുകൾ ഫുള്ളും ഇതുപോലെ മാച്ച് കളഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അത് ഇവിടെ ഉണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആവുന്നതായിരിക്കും. ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് എല്ലാം ഉണ്ട്. 7 ഇവിടെ സ്റ്റാറ്റസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് തന്നെ 7 സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. അപ്പോൾ 3 മിനിറ്റും 16 സെക്കൻഡുമുള്ള ആ ഒരു വീഡിയോ 7 ഭാഗമായി കറക്റ്റായിട്ട് ഇവിടെ സ്റ്റാറ്റസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയുള്ള വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്.